പരിശോധിച്ചാലും അതിനെ സംബന്ധിച്ചോളം നമുക്ക് പറയാൻ കാണുന്ന തൗഹീദ് അഥവാ ഏകദൈവ ആരാധനയാണ്. 5000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഭാരതത്തിൽ അവതരിപ്പിച്ച വേദഗ്രന്ഥങ്ങളിൽപ്പെട്ട ശേദശേദോപനിഷത്ത് അല്ലെ, ആ ശേദശേദോപനിഷത്തിൽ പറയാം ത്വമേശ്വരാണം പരമം മഹേശ്വരം താൻ ദേവതാനാം പരമം ച ദൈവകം അല്ലെ, ഈശ്വരനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്നും അവന് മാത്രമേ സ്തോത്രങ്ങൾ അർപ്പിക്കാൻ പാടുള്ളൂ എന്നാണ് പറഞ്ഞത്. ആ ദൈവത്തിനെ കാണാൻ സാധിക്കില്ല എന്നാണ്. കേനോപനിഷത്തിലെ 1-ാം അധ്യായത്തിലെ 6-7 ശ്ലോകത്തിൽ പറയുന്നത് വ്യക്തമായി പശ്യതി തദേവ ബ്രഹ്മത്വം വിധീനിതം എതിതമുപാസതേ. കണ്ണുകൊണ്ട് കാണുന്നതൊന്നും ഈശ്വരനല്ല, കണ്ണുകൊണ്ട് കാണുന്നതും ആരാധ്യനല്ല, മറിച്ച് ആ കണ്ണിന് കാഴ്ച നൽകിയ ശക്തിയതോ അവനാണ് പരബ്രഹ്മം. എങ്കിൽ നമ്മൾ ഇന്ന് കാണുന്നത് ആരാണ് എന്ന്, ആരെയാണ് ആരാധിക്കുന്നതെന്ന് ഹൈന്ദവ സഹോദരികൾ ആലോചിക്കേണ്ടതുണ്ട്. ക്രൈസ്തവതയിൽ യോഹന്നാൻ സുവിശേഷത്തിലെ 1-ാം അധ്യായത്തിലെ 18-ാം വചനം ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അല്ലേ, നമ്മൾ കണ്ടിട്ടില്ല എന്നാണ്. എങ്കിൽ നമ്മൾ ആരാധിക്കുന്ന ആരാധന നമ്മൾ കാണുന്നുണ്ടോ? ഇസ്ലാമിനും പറഞ്ഞു കണ്ണുകൾ അവനെ കണ്ടെത്തുകയില്ല, എന്നാൽ കണ്ണുകളെ അവൻ കണ്ടെത്തുകയും ചെയ്യും. ഈ പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ച് പരിപാലിച്ചവനായ പടച്ചതമ്പുരാനെ കാണാൻ നഗ്നനേത്രങ്ങളായ നമ്മുടെ കണ്ണുകൾ കൊണ്ട് സാധിക്കില്ല സഹോദരങ്ങളെ, നമുക്കതിന് കഴിയില്ല. പക്ഷെ ആ പ്രപഞ്ചത്തിന് അതീതനായ ആ ദൈവത്തെ നമ്മൾ ആരാധിക്കണം എന്ന് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുൻ വേദങ്ങളും പറഞ്ഞത്. ഇസ്ലാമിന് പുതുതായി ഒന്നും പറയാനില്ല. മഹാനിർവ്വാണ സ്തോത്രം ഞാൻ സമയമായി അവസാനിപ്പിക്കുകയാണ്. ഞാൻ അവസാനിപ്പിക്കൽ പറയാനുള്ളത്, അന്ന് വേദഗ്രന്ഥം പറഞ്ഞ ത്വമേകം ശരണ്യം ത്വമേകം വരേണ്യം ത്വമേകം ജഗത്കാരണം വിശ്വരൂപം ത്വമേകം ജഗത്കർത്തർത്ത് ത്വമേകം പരം നിശ്ചലം നിർവികൽപ്പം. സൃഷ്ടിപൂജ നടത്തിക്കൊണ്ട് ആ വിഗ്രഹാരാധന നടത്തുന്ന ഈരടികൾ അവിടെ നിന്ന് കേൾക്കുമ്പോഴും അതിൽ പറയുന്നത് ഈശ്വരൻ അവൻ ഏകനാണ്, അവന് രൂപമില്ല, അവനെ മാത്രമേ ആരാധിക്കാവുന്നതാണ്. പക്ഷേ അതിന്റെ സംസ്കൃത ശ്ലോകത്തിന്റെ അർത്ഥം അറിയാത്തത് കൊണ്ട് തന്നെ നമ്മൾ ആരാധിക്കുന്നത് ആരെ? ആവർത്തന പുസ്തകത്തിലും പുറപ്പാട് പുസ്തകത്തിലെയും നമുക്ക് കാണാൻ സാധിക്കും. മത്തായിയുടെ സുവിശേഷത്തിലെ 4-ാം അധ്യായത്തിലെ 10-ാമത്തെ വചനത്തിലും യേശുക്രിസ്തു പറഞ്ഞു, ഞാനല്ലാതെ ഒരു കർത്താവിനെ മാത്രം ആരാധിക്കുകയും അവനെ മാത്രമേ നമസ്കരിക്കാവൂന്ന് എഴുതിയിട്ടില്ലേ? പുറപ്പാട് പുസ്തകത്തിൽ കാണാം, ഇത് ആകാശത്തിലോ താഴെ ഭൂമിയിലോ വെള്ളത്തിന്റെ അടിയിൽ നിന്നുമായ ഒന്നിന്റെ ബിംബം ഉണ്ടാക്കി നിങ്ങൾ ആരാധിക്കരുത് എന്നാണ്. നമുക്ക് സ്പഷ്ടമായി ഇവിടെ അച്ഛന്മാരുണ്ട്, അത് വിശദീകരിക്കുമെന്നായാലും. പക്ഷേ അവിടെ നിന്ന് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തും ഇതേ പറയാനുള്ളൂ. എന്താണ്? യസ്മഉ ദുആഅക്കും ലാ യസ്മഉ ദുആഅക്കും വലൗ സമിഉ മസ്തജാബു ലക്കും വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശ്ശിർകിക്കും വലാ യുനബ്ബിഹുക മിസ്ലു ഖബീർ. നിങ്ങൾ അല്ലാഹു അല്ലാത്ത സൃഷ്ടാവല്ലാത്ത ആര് നിങ്ങൾ ആരാധിക്കുന്നുണ്ടോ ആ ആരാധിക്കുന്ന ആളുകൾ നിങ്ങളുടെ വിളി കേൾക്കുകയില്ല, നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയില്ല, ബാക്കിയെല്ലാം ദൈവത്തിന്റെ ഹിതം പോലെ നടക്കുന്നു എന്നുള്ളത് മാത്രമാണ് അവിടെയും ഇസ്ലാമിനെ പറയാനുള്ളത്. സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്റെ സംസാരം ഓവറായി പോയിട്ടുണ്ടാകും, സമയം അധികരിച്ചു പോയിട്ടുണ്ട്, തീരുകയില്ല എന്ന് എനിക്കറിയാം. എങ്കിലും എന്റെ മുന്നിൽ കൂടിയ സഹോദരങ്ങളോട് എന്റെ ഉള്ളിൽ നിന്ന് സംസാരിക്കട്ടെ. നമ്മൾ ഒഴിവാക്കണം ഈ വർഗീയതയെ. നല്ലൊരു മുസ്ലിമായി, നല്ലൊരു ക്രിസ്ത്യാനിയായി, നല്ലൊരു ഹിന്ദുവായി, ഇനി നിരീശ്വരവാദമാണ്, അങ്ങനെ ആയിക്കൊണ്ട് നമ്മുടെ വിശ്വാസം അനുസരിച്ച് ജീവിക്കാൻ നമ്മൾ തയ്യാറാവുകയും അതോടൊപ്പം അന്യമതസ്ഥന്റെ